ഹായ് ഹലോ അസ്സലാമലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ആദ്യം തന്നെ ഞാൻ കുറേ പേരോട് താങ്ക്സ് പറയുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത. പിന്നെ ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോസിൽ എനിക്ക് കുക്കിംഗ് വീഡിയോയിലൊക്കെ നല്ല പോലെ തന്നെ വ്യൂ വന്നിട്ടുണ്ട്, കുറേ അധികം സബ്ബ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയണം. പിന്നെ ഇനി അങ്ങോട്ടും ഇതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മ 2 ദിവസമായി വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിശേഷങ്ങളൊന്നും നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. എന്ന് വെച്ചാൽ ഇപ്പം ഡെയിലി വ്ളോഗ് ഇടാറില്ല, കുക്കിംഗ് വീഡിയോയും പിന്നെ ഇടയ്ക്ക് വ്ളോഗായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഉമ്മ ഇപ്പോൾ 2 ദിവസമായി വന്നിട്ട് ഇന്നിപ്പോൾ പോവുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ എണീറ്റു കേട്ടോ. ഉമ്മക്ക് രാവിലെ ഫുഡ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മ രാവിലെ തലേദിവസം തന്നെ ഉമ്മ ചിക്കനൊക്കെ മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിക്കനിൽ മസാലയൊക്കെ പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു കേട്ടോ. പിന്നെ വൈകിട്ട് തന്നെ ഞാൻ സബോള, ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ കുറച്ചങ്ങോട്ട് നേരം വൈകി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉമ്മ വേറൊരു സ്ഥലത്ത് ജോലിക്ക് പോവുകയാണ്. അപ്പോൾ ആൾ ഇടയ്ക്ക് വരുള്ളൂ, ഒരു 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോഴൊക്കെ വരിക. അങ്ങനെ വരുമ്പോൾ ഇവിടുന്ന് പോണ സമയത്ത് അവിടെ ജോലി ചെയ്യുന്ന സാർമാർക്ക് ജോലി സ്ഥലത്തെ സാർമാർക്ക് ഉമ്മ ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അപ്പോൾ കൊള്ളിയും പുഴുങ്ങിയത്, അതായത് കപ്പ പുഴുങ്ങിയത് അല്ലെങ്കിൽ ചിക്കൻ കറിയൊക്കെയാണ് കൊണ്ടുപോകാറ്. അപ്പോൾ എന്നും ഉമ്മ കപ്പ പുഴുങ്ങിയതും ചിക്കൻ കറിയൊക്കെ കൊണ്ടുപോകുമ്പോൾ ഞാൻ ഉമ്മയോട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പോകുമ്പം അപ്പം ചിക്കൻ കറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഉമ്മ ചോദിച്ചു അങ്ങനെ ചിക്കൻ മേടിച്ച് തന്നാൽ പിന്നെ നാളെ അപ്പം ഉണ്ടാക്കി തരുമോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അപ്പം തന്നെ അരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. തലേദിവസം തന്നെ അരച്ച് വെച്ചിട്ടോ ഞാൻ. എന്നിട്ട് മാവ് നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ അധികം മാവ് ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എത്ര ഉമ്മ എണ്ണമൊന്നും പറഞ്ഞിട്ടില്ല, കുറച്ച് അരി ഉണ്ടായിരുന്നുള്ളൂ, പച്ചരി. അപ്പോൾ അത് മുഴുവനായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചിക്കന് വറുത്തിട്ടല്ല, അല്ലാണ്ട് കറി വയ്ക്കണേ. അപ്പോൾ വെറുതെ ഒന്ന് മസാല ഉപ്പും മുളകൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കണ കാരണം കുറച്ചൊന്ന് പുരട്ടി വെച്ചെന്ന് മാത്രം കേട്ടോ. അപ്പം അങ്ങനെ സബോള വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി ഒന്ന് അരിഞ്ഞെടുത്തത് കേട്ടോ. ബാക്കിയൊക്കെ ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുക്കിങ്ങിൻ്റെ ഫുൾ വീഡിയോ ഒന്നും കാണിക്കണില്ല കേട്ടോ. നിങ്ങളെ വെറുപ്പിക്കലാവും, എപ്പോഴും ചിക്കൻ കറി വെക്കണൊക്കെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്കത് വലിയ ഇഷ്ടം ഉണ്ടാവില്ല കാണാനായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ചിക്കൻ്റെ എങ്ങനെ വെക്കണേ ഒന്നും പറയണമെന്നില്ല കേട്ടോ. പിന്നെ എല്ലാ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം ഞാനിപ്പോൾ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ചെടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പാത്തൂസും സുഡാപ്പി ആരും എണീറ്റിട്ടില്ല, ഉമ്മ എണീറ്റിട്ടില്ല കേട്ടോ. ഞാൻ പതുക്കെ എണീറ്റ് വന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ണികൾ എണീക്കും, പിന്നെ അതൊക്കെ ബഹളാവും. അപ്പോൾ അത് കാരണം ഞാൻ ഉമ്മ എണീറ്റിട്ടില്ല. അപ്പോൾ ഞാൻ ചായ വേഗം തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ ഞാൻ രാത്രി ഇന്നലെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. ഇന്നലെ ഭയങ്കര മടി. അപ്പോൾ അങ്ങനെ കുറച്ച് പാത്രങ്ങൾ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കഴുകിയെടുക്കാം. പിന്നെ റൂമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മളിവിടെ അടുക്കളയിൽ എന്തെങ്കിലും പണികൾ ചെയ്യുമ്പോൾ അകത്തേക്ക് സൗണ്ട് കേൾക്കുകയും ചെയ്യും, ഉണ്ണികൾ വേഗം എണീക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ പാത്രം കഴുകാൻ ഇഷ്ടമല്ലാത്തവർ ഇന്നലെ വൈകുന്നേരം മടി പിടിക്കാൻ കാരണം എന്ന് വെച്ചാൽ അടുക്കളയിൽ പൈപ്പില്ല. അപ്പോൾ ഈ വെള്ളം എടുക്കാനായിട്ട് പുറത്തേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ നമ്മൾ പകലെടുക്കണ പോലെ അല്ലല്ലോ രാത്രി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ രാവിലെ കഴുകാമെന്ന് വിചാരിച്ച് ഇന്നലെ നേരം വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല ഇരുട്ടാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 6 മണി ആവണുള്ളൂ കേട്ടോ. നല്ല ഇരുട്ടാണ്. അപ്പോൾ ഞാൻ ലൈറ്റൊക്കെ ഇടിച്ച് കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടി പൊട്ടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇനിയിപ്പോൾ അവർ എണീക്കുമ്പോൾ വേഗം വെള്ളയപ്പം ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ചിക്കൻ ഇപ്പുറത്തേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പുറത്ത് നിന്നിട്ട് ഉണ്ടാക്കാനുള്ള സൗകര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊന്ന് ഇപ്പുറത്തെ അടുപ്പിലേക്ക് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനം. അവിടെ കുറച്ച് പണികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ പണിയുടെ ഇടയിൽ എനിക്ക് അടുക്കളയിലേക്ക് പൈപ്പും കൂടി ഫിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അടുക്കളയിലേക്കും പിന്നെ വാഷിംഗ് മെഷീൻ്റെ അവിടേക്ക് ഒക്കെ പുറത്തേക്കൊക്കെ ഒരു സെപ്പറേറ്റ് പൈപ്പ് ആക്കി തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കണക്ഷൻ എഴുതി കൊടുത്ത സമയത്ത് ഒരു പൈപ്പ് അവർ ഇട്ട് തരും. ആ ഒരു പൈപ്പിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഓസ് കുത്തിയിട്ടാണ് വെള്ളം എടുക്കാറ്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം എന്തൊക്കെ അവിടെ പറയണമായിരുന്നു. അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ലാസ്റ്റ് നാളെ മറ്റന്നാളായിട്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതും കൂടി ചെയ്യുകയാണെങ്കിൽ സമാധാനം. ഇപ്പോൾ രാത്രി ആയാലും പകലായാലും ഒക്കെ പാത്രം കഴുകാനായാലും അകത്തേക്ക് വെള്ളം പിടിക്കാനൊക്കെ എളുപ്പമല്ലേ. അപ്പോൾ ഉമ്മ എണീറ്റുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മാക്ക് ഞാൻ കപ്പിൽ ചായ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഉമ്മാക്ക് ഒഴിച്ചു കൊടുത്തു. ഉമ്മാക്ക് അധികം ചൂട് വേണമെന്നില്ല, എനിക്ക് നല്ല ചൂടുള്ള ചായ വേണം കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ണികൾക്കുള്ളതും കൂടിയിട്ട് ആ കപ്പിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് എന്നത് മാത്രം ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ആ കപ്പിലത്തെ ചായ അതിലേക്ക് തന്നെ ഒഴിച്ചൊന്ന് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ.
പിന്നെ എൻ്റെ ശീലങ്ങൾ അറിയാമല്ലോ, രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ബിസ്ക്കറ്റും ചായയും മസ്റ്റായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ രാവിലെ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റസ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്ഥിരമായിട്ട് കഴിക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഞാൻ ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ശീലമാണ് എനിക്ക് ഈ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റസ്ക് എന്തെങ്കിലും കാലത്തോരെണ്ണം മതി, അതിൽ കൂടുതൽ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കുന്നതാണ്. അതിപ്പോൾ എൻ്റെ മക്കൾക്കായാലും വേണം കേട്ടോ, ആ ശീലം 2 പേർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മാവ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് നോക്കിയാൽ നല്ല രീതിയിൽ തന്നെ മാവ് പൊന്തി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. രാവിലെ എണീറ്റ വശം അതായിരുന്നു പണി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ മാവൊക്കെ നല്ലപോലെ ഒന്ന് ഇളക്കി ഉപ്പൊക്കെ ഒന്നിട്ട് ഇളക്കി എടുക്കട്ടെ. ഇനിയിപ്പോൾ വേഗം അവരെണീക്കുമ്പോഴേക്കും ആ പണിയും കൂടി കഴിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് അധികം ധൃതി പിടിച്ചിട്ടുള്ള കാര്യങ്ങളില്ല. എന്ന് വെച്ചാൽ രാവിലത്തെ ചായയും കടിയായി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്കൂളിൽ പോയതിൻ്റെ ശേഷം നമുക്ക് പതുക്കെ ചെയ്യാവുന്നല്ലേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇനി വേഗം വെള്ളയപ്പം ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കറിയൊന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് വെള്ളയപ്പത്തിനുള്ള മാവ്, ഇനിയിപ്പോൾ വേഗം വെള്ളയപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ സുഡാപ്പി എണീറ്റ് വന്ന് സുഡാപ്പിനോട് ചായ വേണമെന്ന് വെച്ചപ്പോൾ ചായ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണീക്കുമ്പോൾ ഞാൻ പോവാത്തതിൻ്റെ പിണക്കത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ സോപ്പിട്ട ആളവിടെ കയറ്റി ഇരുത്തിയിട്ടുണ്ട്. ഇനി വേഗം വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇനി സുഡാപ്പി എണീറ്റ സ്ഥിതിക്ക് പാത്ത് വേഗം എണീക്കും. അതിനിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂട്ടുപത്തിൽ കാണണം എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പോൾ പിന്നെ TV ഓണാക്കി കഴിഞ്ഞാൽ അവളെ എണീക്കുമല്ലോ. അപ്പോൾ ഇപ്പോൾ സോപ്പിട്ടിരുത്തിയൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വെള്ളയപ്പം റെഡിയാക്കി എടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് വേഗം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മക്ക് പോകേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ ഉമ്മ കുളിച്ച് ഡ്രസ്സ് മാറാണ്. അപ്പോൾ ഞാൻ കറിയൊന്ന് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിൽ ഒഴിച്ച് വയ്ക്കണം. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് പോകുമ്പോൾ. അവിടെ എത്തി മലപ്പുറത്താണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോയി അവിടെയൊക്കെ എത്തുമ്പോഴേക്കും ചൂടോട് കൂടി തന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചിലപ്പോൾ വേറെ സ്മെല്ല് വരിക അല്ലെങ്കിൽ പെട്ടെന്ന് കേടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊന്ന് ചൂടാറാനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. ആദ്യം ചൂടാറിയതിൻ്റെ ശേഷം നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാമല്ലോ. കൊണ്ടുപോകുന്ന പാത്രത്തിലേക്ക് ആക്കി കഴിഞ്ഞാൽ പിന്നെ ഉമ്മക്ക് അവിടുന്ന് വൈകുന്നേരം ആയാലും കറി ഉണ്ടെങ്കിൽ കഴിക്കാമല്ലോ ചോറിൻ്റെ കൂടെ. ഇപ്പോൾ ഉള്ള സ്ഥലത്ത് ഫുഡൊക്കെ കിട്ടാൻ കുറച്ച് പാടാണ്. അപ്പോൾ ഉമ്മ അവിടെ തന്നെ വീടൊക്കെ നോക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത്. ഒരു വീട് ശരിയായിട്ടുണ്ട്. അപ്പം അങ്ങനെ വേഗം വെള്ളയപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ കേട്ടോ. കറി ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കത് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ചധികം ലോങ് വീഡിയോ ആയിട്ട് എഡിറ്റ് ചെയ്യാമെന്നായിരുന്നു വിചാരിച്ചത് കേട്ടോ, ഷൂട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അത് നടക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അധികം വീഡിയോസ് എൻ്റെ ഫോണിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ ഫോൺ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റോറേജ് ഫുള്ളായ കാരണം കൊണ്ട് വീഡിയോസ് എടുക്കാനും പറ്റുന്നില്ല. എടുക്കുന്ന വീഡിയോസൊന്നും സേവ് ആവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ലാസ്റ്റത്തെ ഭാഗങ്ങളൊന്നും സേവ് ആയിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോ ഒന്ന് ഇപ്പോൾ ഷൂട്ട് ചെയ്തതൊന്ന് നിർത്തി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. കുറേ അധികം എടുക്കണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും നോക്കാമല്ലേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ, അസ്സലാമു അലൈക്കും.